ഇന്ന് ചിങ്ങം 1 ഓണമൊക്കെ അടുത്തൂല്ലേ. ഓണം അത്തം ഒക്കെ ആയിട്ട് ഒരു പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലോ എളുപ്പത്തിലൊരു കുക്കറിലൊരു പാൽപ്പായസം ഉണ്ടാക്കാം. അതിനായിട്ടൊരു 1/4 കപ്പ് പൊടിയരിയാണ് എടുത്തിരിക്കുന്നത്. പൊടിയരിയെ നന്നായി കഴുകിയതിന് ശേഷം അതിന് 1/4 കപ്പ് വെള്ളം, അതായത് 3 ഇരട്ടി വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 1/4 കപ്പാണ് എടുത്ത് വെച്ചാൽ 3 ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വരുത്തിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയരുത്. ഇപ്പം ഇതാ വെന്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് എന്താ പറയുക, ഭയങ്കര കട്ടിയായിട്ടില്ല. കണ്ടോ, അതിനാണ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ലിറ്ററോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തിളപ്പിച്ച പാലൊന്നല്ല, നോർമലായിട്ടുള്ള പാലിനെ തന്നെ ഒഴിച്ച് ഇതിനെ ഇനി ഒന്ന് നമുക്ക് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. കുക്കറാകുമ്പോൾ തന്നെ ഉള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക, അടി പിടിക്കാതെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. വെറുതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് ഹാഫ് ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇതാ പാൽപ്പായസത്തിൻ്റെ കുറുകലൊക്കെ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കേട്ടോ, 1/4 കപ്പ് പഞ്ചസാരയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കാം. 1/4 കപ്പിന് ഒരു 1/4 കപ്പ് പഞ്ചസാര എനിക്ക് ആവശ്യം വന്നുള്ളൂ. ഇനി അതിനെ ഒരു 10 മിനിറ്റോളം കുറുക്കിക്കൊണ്ടേയിരിക്കാം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ കുറുകിയൊക്കെ വന്നിരിക്കുമ്പോൾ കുറച്ച് ഒരു 3-4 ടീസ്പൂണോളം ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ അതിനനുസരിച്ച് മധുരം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഏലക്കായുടെ പൊടിയാണ് ഇടുന്നത്. അതിന് പകരം ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉണ്ട്, ഏലക്കായുടെ ഫ്ലേവറിലുള്ളത്, അതിനെയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് ഇവാപ്പറേറ്റഡ് മിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ടീസ്പൂണായിട്ട് നിങ്ങൾ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്ത് ഒഴിച്ചാലും അടിപൊളിയായിരിക്കും. പായസത്തിൻ്റെ കളറൊക്കെ മാറി നല്ല അടിപൊളി ടേസ്റ്റിലാവും. അപ്പോൾ ഇതാ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഒരുപാട് നേരം കുറുക്കാതെ തന്നെ പായസം റെഡി. ഇനി ഇതിലേക്ക് പാൽപ്പായസത്തിലേക്ക് വറുത്തിടാറില്ല കുറച്ച് ഉപ്പില്ലാത്ത അൺസാൾട്ടഡ് ബട്ടറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പാൽപ്പായസം റെഡി. ഉച്ചയ്ക്ക് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഓണത്തിനോ അതല്ല നമ്മുടെ അത്തം, എങ്ങനെ ഏത് ദിവസം വേണമെങ്കിലും പായസം അടിപൊളിയായിട്ട് നല്ല പിങ്ക് കളറിൽ തന്നെ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സെർവ് ചെയ്യുക മാത്രമേ വേണ്ടൂ. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ, താങ്ക് യു.